ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ആട്രിബ്യൂട്ട്സിന്റെ ടെസ്റ്റ് ചെയ്യുന്ന കേസ്. അപ്പോൾ നമ്മൾക്ക് റീസെന്റ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾക്ക് ഫൈനൽ റിസൾട്ട് എന്താണ്, ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് വളരെ റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഏതെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അത് തമ്മിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണോ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടെസ്റ്റിംഗിൽ അറിയാലോ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് ഡിഫൈൻ ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്, അതാണ്. സോ ഇവിടെ H0 H1 നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും നമ്മൾ എന്താണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. H0 എപ്പോഴും വരെ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡന്റ്, അതായത് ഈ രണ്ട് ആട്രിബ്യൂട്ട്സും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നൾ ഹൈപ്പോത്തസിസിൽ പറയുന്നുണ്ടായിരിക്കുക. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ വരുമ്പം ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്, അതായത് അവർ ഡിപെൻഡന്റ് ആണ് എന്നായിരിക്കും നമ്മൾ കണക്കാക്കുന്നുണ്ടായിരിക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടത്? ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ അറിയാലോ ഏത് ടെസ്റ്റ് ആണ്, കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ് എന്ന് എഴുതി കൊടുക്കാം. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ്. സോ ഇവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതാ ഈ ടേബിളിൽ കാണുന്ന ഈ വാല്യൂസിനാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിക്കണം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സോ ഇവിടെ കൈ സ്ക്വയർ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ റീജൻ എന്താണെന്നും പറയണം. അപ്പൊ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ നോക്കുകയാണെങ്കിൽ, സോ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, 0.05 ആണ് നമുക്ക് കിട്ടും. ഇനി എന്താണ് ക്രിട്ടിക്കൽ റീജൻ? കൈ സ്ക്വയറിന്റെ കേസിൽ നമ്മളുടെ ക്രിട്ടിക്കൽ റീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ. ഇതാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ കൈ സ്ക്വയർ ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഇനി കൈ സ്ക്വയറിന്റെ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാണാമെന്നും കൂടെ അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് R-1 into C-1 ആണ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് റോസ് ആണ്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്, എത്ര റോകളുണ്ട്. ആൻഡ് C എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് കോളംസ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു എത്ര റോ ഉണ്ട്, 1 2 2 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്, 2 കോളം ഉണ്ട്. ടോട്ടലിന്റെ ഈ ഒരു സെറ്റ് കൂട്ടാൻ പാടില്ല കേട്ടോ, അല്ലാത്തത് മാത്രമേ നോക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഇവിടെ 2 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. അപ്പൊ എന്താ 2 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ R is equal to 2 ആണ്. C is equal to 2 ആണ്. അപ്പൊ 2 minus 1 into 2 minus 1 that is equal to 1 എന്നായിരിക്കും കിട്ടുക. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ആൻഡ് ആൽഫ എന്താണ്, 0.05 ആണ്. സോ നമ്മൾ 0.05 ആൽഫ വരുന്നതിന്റെ നേരെ നമ്മൾ എന്ത് നോക്കണം, നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 വരുന്ന കേസ്. അങ്ങനെ ആകുമ്പോൾ കൈ സ്ക്വയർ ആൽഫന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി 3.8415 ആണ്. സോ ഇവിടെ എന്ത് വരും, ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.8415. സോ ഇതാണ് എന്ത് വരുന്ന ക്രിട്ടിക്കൽ റീജൻ വരുന്നത്. അപ്പൊ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. അപ്പൊ ഇതാ നമ്മൾക്ക് ഈ ഒരു ടേബിളിലേക്ക് ഇനി ആരെ വേണം, എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ്. ഇതാ ഈ ബ്രാക്കറ്റിൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് വരണം. അതിന് എക്സ്പെക്ടഡ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ EIJ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RI into CJ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. RI എന്ന് പറഞ്ഞാൽ റോ ടോട്ടൽ ആണ്. CI എന്ന് പറഞ്ഞാൽ കോളം ടോട്ടൽ ആണ്, കോളത്തിന്റെ ടോട്ടൽ ആണ്. ആൻഡ് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയാളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആണ്. അപ്പൊ ഇത് E11 ആണ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. ഇവിടെ എന്താണ്, ഇത് ഫസ്റ്റ് റോ ആണ്, പക്ഷെ എന്താണ് സെക്കൻഡ് കോളം ആണ്. അപ്പൊ എന്താ വരിക, ഇവിടെ E12 എന്നാണ് കിട്ടുക. E12 ഇവിടെ ആകുമ്പോഴോ E21, കാരണം എന്താ സെക്കൻഡ് റോ ആണ്, ഫസ്റ്റ് കോളം ആണ്. ആൻഡ് ഇവിടെ വരുമ്പോഴോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അപ്പൊ എന്ത് വരും, E22 എന്ന് കിട്ടും. സോ ഈ 4 ആൾക്കാരാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണത് കണ്ടുപിടിക്കേണ്ടത്. സോ E11 is equal to
E11 is equal to R1 into C1 divided by capital N. അപ്പോൾ ഐക്ക് ഞാൻ 1 ആണ് കൊടുത്തത്, ജെക്ക് 1 ആണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിന്റെ ടോട്ടൽ, ഫസ്റ്റ് കോളത്തിന്റെ ടോട്ടൽ ആൻഡ് ടോട്ടൽ. അപ്പോൾ ഇവിടെ ഇതാണ് R1 എന്ന് പറയുന്ന ആള്, ഇതാണ് R2 എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ C1, ഇതാണ് നമ്മുടെ C2, ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ N വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു R1 എന്ന് പറഞ്ഞാൽ എന്താണ് 52, C1 എന്ന് പറഞ്ഞാൽ എന്താണ് 30 ഡിവൈഡഡ് ബൈ 80. ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് 19.5 എന്നാണ്. സോ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിലാണ് നമ്മളത് കൊടുക്കേണ്ടത്, 19.5 എന്ന് കൊടുക്കാം. ഇനി സെക്കൻഡ് കേസ്, സെക്കൻഡ് എന്താണ്? E12 എന്ന് കാണണം, അതായത് ആദ്യത്തെ റോ സെക്കൻഡ് കോളം. അപ്പൊ എന്ത് വരും? ഇവിടെ R1 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. R1 എന്ന് പറഞ്ഞാൽ എന്താണ് 52, C2 എന്ന് പറഞ്ഞാൽ എന്താണ് 50 ഡിവൈഡഡ് ബൈ 80. സോ 52 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 32.5 എന്നാണ് കിട്ടുക. സോ അത് ഞാൻ അടുത്ത ബ്രാക്കറ്റിൽ കൊടുക്കുന്നു, 32.5. നെക്സ്റ്റ് E21 ആണ് വേണ്ടത്. അപ്പൊ E21 R2 ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ദാറ്റ് ഈസ് ഈക്വൽ ടു R2 എന്ന് പറഞ്ഞാൽ എന്താണ് 28 ആണ്, C1 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പൊ 28 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 10.5 ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് E22 അതെന്താണ്? R2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. സോ 28 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 80, 28 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 17.5. സോ ഇവിടെ എത്രയാണ്? 10.5 വന്നു, ഇവിടെ 17.5 വന്നു. സോ ഇതാണ് നമ്മളെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് വരുന്നത്. ഇനി നമ്മൾ നേരെ കാൽക്കുലേഷനിലേക്ക് പോവാണ്. കാൽക്കുലേഷനിലേക്ക് വരുമ്പം നമുക്ക് എന്താണ്? കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു summation observed frequency minus expected frequency the whole square divided by expected frequency. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? അത് 12 ആണ്. അപ്പോൾ 12 മൈനസ് 19.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണ് വരുന്നത്? 19.5 ആണ്. സോ 12 മൈനസ് 19.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 19.5. അടുത്തത് ആരാ വരുന്നത്? 40ഉം 32.5ഉം. അപ്പോൾ 40 മൈനസ് 32.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 32.5 പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത്? 18ഉം 10.5ഉം ആണ് വരുന്നത്. അപ്പോൾ 18 മൈനസ് 10.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10.5 പ്ലസ് ലാസ്റ്റ് വരുന്ന ആരാണ്? 10ഉം 17.5 ആണ്. അപ്പോൾ 10 മൈനസ് 17.5 the whole square divided by 17.5. So this is equal to, ഇവരെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 7.5 എന്നാണ് കിട്ടുക. ഇവിടെ എന്താ വരിക? മൈനസ് 7.5 the whole square divided by 19.5 പ്ലസ് 7.5 the whole square divided by 32.5 പ്ലസ് 7.5 the whole square divided by 10.5 plus 7 minus 7.5 the whole square divided by 17.5. This is equal to, ഇനി ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മളെ കൈ സ്ക്വയറിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് 13.187 എന്നാണ് കിട്ടുക. എന്താണ്? 13.187 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇനി ഫൈനൽ നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൈ സ്ക്വയറിന്റെ വാല്യൂ, നമ്മളുടെ കൈ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 13.187 ആണ്. ആൻഡ് ഇവിടെ കൈ സ്ക്വയർ ആൽഫയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 3.8415 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 3.8415 സ്വാഭാവികമായിട്ട് എന്താണ്? വലിയ വാല്യൂ ആണ്. അപ്പൊ എവിടെയാണ്? ക്രിട്ടിക്കൽ റീജിയനിലാണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ റീജിയനിലായതുകൊണ്ട് തന്നെ therefore reject H0 എന്നാണ് നമ്മൾ എടുക്കുക. അതായത് ഈ രണ്ടാൾക്കാരും ഇൻഡിപെൻഡന്റ് അല്ല, അവർക്ക് തമ്മിലൊരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് ചോദിക്കുക. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. സോ ഇനി നമുക്ക് ലൈവും ക്ലാസ്സുകൾ എല്ലാം വരുന്നുണ്ട്. കൂടെ തന്നെ നിൽക്കുക. മാരത്തോൺ ഉണ്ട് വൈകുന്നേരം. അപ്പത്തേനും എല്ലാവരും വരിക, അടിപൊളിയാക്കുക. ഫ്രണ്ട്സിന് എല്ലാവരുടെ അടുത്തും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച് നാളത്തെ എക്സാം നമുക്ക് തകർക്കാം.